വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ഈ ന്യൂട്രോജൻ്റെ ലിബാം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഈ ലിബാം ഇപ്പോൾ അവൈലബിൾ അല്ല, ഷോപ്പിലും കിട്ടുന്നില്ല, ഓൺലൈനും കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ലിബാം ഭയങ്കര കുറവായി എൻ്റെ കയ്യിൽ. അങ്ങനെ ഞാൻ കുറേ ലിബാംസ് പരീക്ഷിച്ചു. അങ്ങനെ കുറച്ച് ലിബാംസ് നല്ലതെന്ന് കണ്ടുപിടിച്ചു എൻ്റെ ഡ്രൈ ലിപ്പിന്. സോ ഞാൻ അതൊക്കെ ചേർത്തിട്ട് റിവ്യൂ ചെയ്യുകയാണ് കേട്ടോ. ഫസ്റ്റ് പ്രോഡക്റ്റ് ഡെർമാക്കോയുടെ 1% സെറമൈഡ് കോംപ്ലക്സ് ലിപ് ബാം ആണ്. ഇത് ഫോർ ഡ്രൈ ചാപ്ഡ് ലിപ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. SPF 30 ഉണ്ട്, PA 2+ ഉണ്ട്. ഇത് സെറമൈഡ് കോംപ്ലക്സ് വിറ്റാമിൻ ഇ ഒക്കെ ഉണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 329 ആയിരുന്നു. ഇത് ഫോർ ഡ്രൈ ആൻഡ് ചാപ്ഡ് ലിപ്സ് എന്ന് എഴുതിയിരുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ വാങ്ങിച്ചത്. അല്ലെങ്കിൽ ഞാൻ 329 രൂപ കൊടുത്തിട്ട് ഡ്രസ് എടുക്കാൻ നിൽക്കത്തില്ലായിരുന്നു. കാരണം എനിക്ക് പൈസ 329 വലുതാണ്. വാങ്ങിച്ചു, ട്രൈ ചെയ്തു, എനിക്ക് ഇഷ്ടമായില്ല. കാരണം എൻ്റെ ഡ്രൈ ലിപ്പിന് ഇത് ഒട്ടും യൂസ്ഫുൾ അല്ല. വെറുതെ ഒരു ലിപ് ബാം എന്ന രീതിയിൽ ഇടാം, പക്ഷെ എൻ്റെ ഡ്രൈ ലിപ്പിന് എഫക്റ്റ് ഇല്ലെന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? ഒരു നോർമൽ ലിപ്പുള്ളവർക്ക് ഇത് ഓക്കെ ആണ്, ബട്ട് ഭയങ്കര എക്സ്ട്രീംലി ഡ്രൈ ആയിട്ടുള്ള ലിപ്പുള്ളവർക്ക് ഇത് ഒട്ടും പറ്റത്തില്ല. ജസ്റ്റ് കുറച്ചൊരു ഹൈഡ്രേഷൻ വരെ, പിന്നെ അതിന്റെ എഫക്റ്റ് അങ്ങ് പോകും. അതാണ് കാര്യം. ഇതൊരു ബേജ് കളറിലാണ് വന്നിട്ടുള്ളത്, ഒരു മിൽക്ക് പേടയുടെ ഒക്കെ കളറില്ല. അതാണ് മണം. എക്സ്ട്രാ ഓർഡിനറി ഒന്നുമില്ല, ഒരു നോർമൽ ചെറിയൊരു മണം മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇത് ഡ്രൈ ലിപ്പിന് യൂസ്ഫുൾ അല്ല. നെക്സ്റ്റ് പ്രോഡക്റ്റ് മാമ എർത്തിന്റെ വിറ്റമിൻ സി ടിൻറ്റഡ് ലിപ് ബാം ആണ്. 100% നാച്ചുറൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇത് ടിൻറ്റ് ഉണ്ട്, പക്ഷെ ആ ടിൻറ്റ് പെട്ടെന്ന് അങ്ങ് മാഞ്ഞു പോകും. ഹൈഡ്രേഷൻ ഭയങ്കര കുറവാണ്. നമുക്ക് വരയ്ക്കുമ്പോഴത്തേക്ക് ഒരു സുഖം പോലും തോന്നത്തില്ല. മീൻസ് ഒരു ഒഴുകി അങ്ങ് ഗ്ലൈഡ് ചെയ്ത് പോകുന്ന ആ ഫില്ല അത് കിട്ടത്തില്ല. അത് തൊട്ടും കാണിച്ച ഡെർമാക്കും അതാണ് എഫക്റ്റ്. ആ ഗ്ലൈഡ് ചെയ്യുന്ന ഒരു എഫക്റ്റ് ഇല്ലേ, ലിപ് ബാം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഒരു സ്മൂത്ത് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഗ്ലൈഡിങ് എഫക്റ്റ് ഇല്ലേ, ആ എഫക്റ്റ് ആ ഡെർമാക്കും ഒട്ടും തോന്നത്തില്ല. ഒരു എന്തോ തിക്കായിട്ടുള്ള എന്തോ ഒരു റഫ് സാധനം എടുത്ത് ലിപ്പിൽ വരച്ചില്ല നമുക്ക് ഫീൽ ചെയ്ത്. അത്രയും കുഴപ്പം മാമ എർത്തിനില്ല, പക്ഷെ നല്ലൊരു ഗ്ലൈഡിങ് എഫക്റ്റ് ഇല്ല, അത്ര നന്നായിട്ട് കിട്ടത്തില്ല. പിന്നെ എന്റെ ടിപ്പും ഇത്തിരി തിന്നാണ്, ലിപ്സ്റ്റിക്കിന്റെ മാതിരിയാണല്ലോ, അതും കൂടെ കൊണ്ടായിരിക്കും. അത് നമുക്ക് ലിപ് വരയ്ക്കാനായിട്ട് യൂസ്ഫുൾ ആണ്, പക്ഷെ ലിപ് ബാം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അത് അത്ര ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. നെക്സ്റ്റ് ലിപ് ബാം കളർ സെൻസിന്റെ ലിപ് ബാം ആണ്. ഇത് സൂപ്പറാണ്. ഇത് വെരി വനില എന്നാണ്. ഇതിന്റെ പ്രൈസ് എനിക്ക് ഓർമ്മയില്ല, ഞാൻ ലിങ്ക് കാർഡ് ചെയ്തിട്ടുണ്ടാവും. ഇതിന്റെ അകത്തിന് ഇത്രയേ ഉള്ളൂ. ഞാൻ അത്രയ്ക്ക് യൂസ് ചെയ്ത് തീർത്തിട്ടുണ്ട്. കാരണം എനിക്ക് ടിൻറ്റ് ഇല്ലാത്ത ലിപ് ബാം ആണ് രാത്രി ഇടാൻ വേണ്ടത്. അപ്പോൾ ടിൻറ്റ് അല്ലാത്ത ക്ലിയർ ആയിട്ടുള്ള നല്ല ഹൈഡ്രേറ്റ് ലിപ് ബാം ഇപ്പൊ നിലവിൽ ഇതാണ്. ഇതിന്റെ പ്രൈസ് 169 ആയിട്ടുള്ളൂ. ഒരു വനിലയുടെ മണമുണ്ട്. അപ്പൊ എനിക്ക് ആദ്യം യൂസ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ആ മണം അത്ര അങ്ങ് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. പിന്നെ ഇത് തന്നപ്പോഴത്തേക്ക് അതിന്റെ പെർഫോമൻസ് വെച്ചിട്ട് ഞാൻ അതിന്റെ മണം അങ്ങ് സഹിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് യൂസ്ഡ് ആയിട്ടോ. ഇതിന്റെ നടുക്കായിട്ടൊരു തിക്ക് വൈറ്റ് കളറിലുള്ളത്, അതിന്റെ ചുറ്റുമായിട്ട് വേറൊരു ലൈറ്റ് വൈറ്റ് കളറിലുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ അകത്ത് നടുക്ക് ഭാഗത്ത് ബട്ടർ പോലെ എന്തോ വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. നല്ല എന്റെ ഡ്രൈ ലിപ്പിന് ഇത് യൂസ്ഫുൾ ആണ്. നെക്സ്റ്റ് ലിപ് ബാം മാമ എർത്തിന്റെ 100% നാച്ചുറൽ ലിപ് ബാം ആണ്. ഇത് റിവേഴ്സ്ഡ് വേർഷൻ എന്തോ ആണ്. ഇത് ക്ലിയർ ലിപ് ബാം ആണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് നൈറ്റ് ഇടാൻ ക്ലിയർ ലിപ് ബാം വേണം, അതിനുവേണ്ടി വാങ്ങിച്ചതാണ്. ബട്ട് എനിക്ക് അത്ര ഇഷ്ടമായില്ല. ക്ലൈഡിംഗ് ഒക്കെ നല്ലതാണ്, പക്ഷേ ഹൈഡ്രേഷൻ ഒരു നോർമൽ ലിപ്പിനെ പറ്റത്തുള്ളൂ. ഡ്രൈ ലിപ്പിന് ഇതിന്റെ ഹൈഡ്രേഷൻ പോരായിക വരും. ഇതൊരു ഓഫ് വൈറ്റ് കളറിലാണ് വന്നിട്ടുള്ളത്. പിന്നെ എന്തോ ഒരു വല്ലാത്തൊരു മണം, ഒരു ആയുർവേദിക് സ്മെല്ല് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യുന്ന ഒരു സ്മെല്ലൊന്നും അല്ല, ഭയങ്കര പോസിറ്റീവ് ഫീൽ ചെയ്യുന്ന സ്മെല്ലല്ല, ഒരു ഓക്കെ സ്മെല്ലാണ്. പിന്നെ ഇത് നോർമൽ ലിപ്പിനെ പറ്റത്തുള്ളൂ, ഡ്രൈ ലിപ്പിന് ഇതും പറ്റത്തില്ല. ഇപ്പൊ തൊട്ട് മുമ്പ് കാണിച്ച മാമ എർത്തിന്റെ അതേ ഏകദേശം ഇൻഗ്രീഡിയൻസ് ഒക്കെ വന്നിട്ടുള്ള ഒരു ലിപ് ബാം ആണ്, മിനിസോഡ ലിപ് ബാം. അപ്പൊ ഞാൻ ഈ ക്ലിയർ ലിപ് ബാം തപ്പി നടന്ന കൂട്ടത്ത് വാങ്ങിച്ചാണ് ഇതും. ഇത് നല്ല പ്യുവർ വൈറ്റ് ആണ്. പ്യുവർ വൈറ്റില്ല, ഒരു ഓഫ് വൈറ്റ് ആണ്. പക്ഷെ മാമ എർത്തിനേക്കാളും കുറച്ചുകൂടെ ആ വൈറ്റ് ഇത് കുറവുണ്ട്. ഇത് കോക്കനട്ട് ലിപ് ബാം ആണ്. ഇത് കറക്റ്റ് കോക്കനട്ട് കാൻഡിയുടെ ഒക്കെ ഒരു സ്മെല്ലുണ്ട്. പിന്നെ ഇത് ഹൈഡ്രേഷൻ നോർമൽ ലിപ്പിന് ഓക്കെയാണ്, ഡ്രൈ ലിപ്പിന് ഇത് യൂസ്ഫുൾ അല്ല. പിന്നെ ഇതെനിക്കൊരു നെഗറ്റീവ് തോന്നിയത്, ഇത് അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു സ്മെല്ല് വരും. അത് എനിക്ക് അത്ര ഇഷ്ടപ്പെടില്ല. ആ പ്ലസന്റ് സ്മെല്ല്, ഇപ്പൊ ഒരു കോക്കനട്ട് കാൻഡിയുടെ സ്മെല്ലാണ്, ആ പ്ലസന്റ് സ്മെല്ല് പോയിട്ട് ഒരു വല്ലാത്തൊരു സ്മെല്ല് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. പക്ഷേ വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. നമുക്ക് ക്ലിയർ ലിപ് ബാം വേണം, നോർമൽ ലിപ്പാണെന്നുണ്ടെങ്കിൽ മാത്രം. ഡ്രൈ ലിപ്പുകാർക്ക് ഇത് യൂസ്ഫുൾ അല്ല. ഇത് യൂസ്ഫുൾ ആണെന്ന് പറയുമ്പോഴത്തേക്കും ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഡ്രൈ ആകുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഇത് നമുക്ക് ഒരു ഉപയോഗവും ഇല്ലെന്നല്ല. പക്ഷേ നല്ലൊരു ഹൈഡ്രേഷൻ ഉള്ള ലിപ് ബാം ആകുമ്പോഴത്തേക്കും നമുക്ക് കുറേ നേരം ഹൈഡ്രേഷൻ നിൽക്കും ലിപ് ബാമിൽ. നമ്മുടെ ഈ ഡ്രൈ ലിപ്പിൽ ചിലത് നമ്മൾ അടുത്ത് കുളിച്ച് നനച്ചൊക്കെ കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ ആ ഒരു ഹൈഡ്രേഷൻ പോകത്തുള്ളൂ. ഇതൊക്കെ ആണെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ മാക്സിമം നമുക്ക് ഹൈഡ്രേഷൻ തരത്തുള്ളൂ. ചില സമയത്ത് 2 മണിക്കൂർ പോലും തരത്തില്ല. സോ ഇതെനിക്ക് ഇഷ്ടമായിട്ടില്ല. ഇതിങ്ങനെ ആടുന്നേ ഫേസ് ഡിറ്റക്ടർ ഉള്ളതുകൊണ്ട് എന്നിട്ട് ഞാൻ ഇങ്ങനെ ആകുമ്പോഴത്തേക്കും കണ്ടോ ക്യാമറ അത് കൊള്ളാം. ഞാൻ ഫോണിലെടുക്കുന്നത്, എനിക്ക് കാലിനൊരു ചെറിയ പണി കിട്ടി. അപ്പോൾ ഞാൻ കുറേ വീഡിയോ ഓൾറെഡി സ്റ്റോക്ക് ചെയ്തിരുന്നു. ഒരു 6 വീഡിയോ സ്റ്റോക്ക് ചെയ്തു ക്രിസ്മസ് സീരീസിന് വേണ്ടി. കാരണം എൻ്റെ പീരീഡ്സ് ലാസ്റ്റ് വരെ നവംബർ ലാസ്റ്റും ഡിസംബർ തുടക്കത്തിലും. സോ ഞാൻ നേരത്തെ പ്രിപ്പയർഡ് ആയിരുന്നു. ബട്ട് കാലിൻ്റെ പണി കിട്ടി എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ എനിക്ക് ക്യാമറ വരുമ്പോഴത്തേക്കും നമുക്ക് അങ്ങ് ദൂരോട്ടാണ് വയ്ക്കാനുള്ളത്. ആ കറക്റ്റ് തന്നെ കിട്ടണമെങ്കിൽ പിന്നെ അപ്പോഴപ്പോഴും എഴുന്നേക്കാനൊക്കെ ഉള്ള പാടുണ്ട്. അത്യാവശ്യം ഇതിൻ്റെ ഈ ക്ലിപ്പിംഗ്സ് മാത്രം ഞാൻ ഷൂട്ട് ചെയ്തു, ബാക്കി മെയിൻ കാര്യമൊക്കെ ഫോണിലായിരിക്കും ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മൂവ് ചെയ്തപ്പോഴത്തേക്കുള്ള കാര്യമാണ്
പറഞ്ഞു വന്നതല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഫോണിൽ എടുക്കുന്നത്. പക്ഷെ ഫോണിലെ ക്ലാരിറ്റിക്കൊന്നും കുഴപ്പമില്ലല്ലോ അല്ലേ. നെക്സ്റ്റ് ലിപ് ബാം സ്വിസ് ബ്യൂട്ടിയുടെ ആണ്. അപ്പോൾ ഇതൊരു ടിന്റ് ഉള്ളതാണ്. പക്ഷെ നമ്മൾ ആദ്യം എടുക്കുമ്പോഴത്തേക്ക് ഒരു പീച്ച് കളറാണ്, ലിപ്പിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഒരു പിങ്ക് കളറായിട്ട് മാറുന്നുണ്ട്. ഒരു പർപ്പിളിഷ് പോലെ എന്റെ ലിപ്പിൽ തോന്നുന്നതിന് കാരണം എന്റെ പിഗ്മെന്റേഷൻ, എന്റെ മണ്ടയിലെ പിങ്ക് വന്നപ്പോഴത്തേക്കും ഒരു പർപ്പിളിഷ് പോലെ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല, പിങ്ക് ആണ്. ഇത് നല്ലൊരു സ്ട്രോബെറി സ്മെല്ലുണ്ട്. നല്ലതല്ല എൻ്റെ ഒരു ഐഡിയയിൽ, കാരണം എനിക്ക് സ്ട്രോബെറി ഫ്ലേവർ ഇഷ്ടമല്ല. പക്ഷെ ഞാൻ സഹിച്ചൊക്കെ ഇടും, കാരണം ഇത് നല്ല ഹൈഡ്രേഷൻ ഉണ്ട്. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് റിമൂവ് ചെയ്ത് പോയാലും ആ ടിന്റ് അവിടെ തന്നെ കുറേ നേരം നിൽക്കുന്നുണ്ട്. സോ എനിക്കിത് ഇഷ്ടമായി പേഴ്സണലി. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ടിൻറ്റഡ് എല്ലാം പുറത്തു പോകാൻ മാത്രമേ ഇടത്തുള്ളൂ, അല്ലെങ്കിൽ പകലേ ഇടത്തുള്ളൂ. നൈറ്റ് എനിക്ക് ക്ലിയർ ലിപ് ബാം മസ്റ്റ് ആണ്. നെക്സ്റ്റ് ലിപ് ബാം 2 ഉണ്ട്. രണ്ടും ഒരേ കാറ്റഗറിയാണ്. സ്വിസ് ബ്യൂട്ടിയുടെ കിസ് കാൻഡി ലിപ് ബാം വിത്ത് ഒലിവ് ഓയിൽ. ഫസ്റ്റ് വൺ വന്നിട്ട് പീച്ചാണ് ഷെയ്ഡ്, അത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, ഒരു ലൈറ്റ് കളറാണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് ചെറിയാണ്, അതൊരു ഡാർക്ക് ഷെയ്ഡാണ്. നമുക്കിത് സൂപ്പറായിട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. നല്ല ഹൈഡ്രേഷൻ ആണ്, ഒരു ടിൻറ്റും ഉണ്ട്. സൂപ്പർ 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 ഹൈഡ്രേഷൻ ആണ്. ഒരു ഡ്രൈ ലിപ്പ് ഉള്ളവർക്ക്, ഡ്രൈ ചാപ്പിൾ ലിപ്പ് ഉള്ളവർക്ക് സുഖമായിട്ട് ട്രൈ ചെയ്യാം. ഡ്രൈ ലിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ഡ്രൈ ലിപ്പ് ഞാൻ പറയുകയാണെങ്കിൽ, ആ ഡ്രൈ ലിപ്പ് ഒരു നല്ല ഹൈഡ്രേഷൻ ഇല്ലാത്ത ലിപ്പാൻ ഇട്ടാൽ താനെ ലിപ്പ് പൊട്ടിയിട്ട് ബ്ലഡ് വരും. ഇപ്പൊ ഞാൻ ഹൈഡ്രേഷൻ ഒന്നും കൊടുത്തില്ല ലിപ്പിനെങ്കിൽ എന്റെ ലിപ്പ് താനെ ഡ്രൈ ആയിട്ട് പൊട്ടി ബ്ലഡ് വരും, വേദനിച്ചുകൊണ്ടിരിക്കും. പണ്ട് മുതലേ എനിക്ക് പ്രശ്നമാണ് ഈ ലിപ്പിന്. അപ്പം ഞാൻ വെളിച്ചെണ്ണൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് ഒത്തിരി, പക്ഷെ എനിക്ക് ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നില്ല. സോ ഞാൻ എന്റെ അത്രയും ഡ്രൈ ലിപ്പിനാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ ഈ ലിപ്പ് ബാം എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഹൈഡ്രേഷൻ ഉണ്ട്, പിന്നെ നല്ലൊരു തിക്ക് ലെയർ പോലെ ഇങ്ങനെ ലിപ്പിൽ നിൽക്കുക, എനിക്ക് നല്ല സുഖം തോന്നി. പിന്നെ ആ തിക്ക് ലെയർ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ ഹൈഡ്രേഷൻ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി. എൻ്റെ ഇത്രയും എണ്ണത്തിൽ മോസ്റ്റ് ഫേവറേറ്റ് ഈ രണ്ടുമാണ്. പിന്നെ സെക്കൻഡ് ഫേവറേറ്റ് ഇതാണ്. നൈറ്റ് ഞാൻ ഇത് ഉപയോഗിക്കും, പകലത്തെ എൻ്റെ പ്രിഫറൻസിൻ്റെ അകത്ത് ഇതായിരിക്കും കൂടുതലും വരുന്നത്. ബാക്കിയുള്ളത് ഉപയോഗിക്കും വാങ്ങിച്ചു ചെയ്തുകൊണ്ട്, പക്ഷെ എൻ്റെ പ്രിഫറൻസിൽ ഇതാണ് നൈറ്റിന്, ഇത് പകലിന്, മനസ്സിലായില്ലേ. പക്ഷേ ഇതിനേക്കാളും ഇതാണ് ഹൈഡ്രേഷൻ കൂടുതൽ, കാരണം ഇതൊരു ജസ്റ്റ് ഒരു ലിപ് ബാം ആയിട്ട് ഇങ്ങനെ അങ്ങ് പോയല്ലോ. ഇതൊരു ക്രീമി തിക്ക്, ഒരു നല്ലൊരു ടെക്സ്റ്റർ ഇങ്ങനെ നിൽക്കും, നമുക്കൊരു കോട്ട് പോലെ ഇങ്ങനെ നിൽക്കും. നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. നിങ്ങൾക്ക് വീഡിയോയിൽ അറിയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ടിൻറ്റും കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു ആ ടെക്സ്റ്ററിൽ അത് സൂപ്പറാണ്. പിന്നെ ഇതിൻ്റെ അറ്റത്ത് ഉള്ള ആപ്ലിക്കേറ്റർ ഇല്ല, അതിനൊരു നമുക്ക് ലിപ്സ്റ്റിക്കിൻ്റെ അറ്റത്ത് വരുന്ന പോലത്തെ ഒരു ഷേപ്പാണ്. സോ നമുക്ക് ഇങ്ങനെ ലിപ്പിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, കയ്യിലെടുക്കാണ്ട്. എനിക്ക് കയ്യിലെടുത്ത് അപ്ലൈ ചെയ്യുന്ന ഇഷ്ടമല്ല. സോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഈ പ്രോഡക്റ്റ്. എല്ലാത്തിനും ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ടാവും, കിട്ടുന്നതിൻ്റെ ഒക്കെ ലിങ്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കും. ഗിഫ്റ്റ്സിനാലും ബി ഹാപ്പി. ബൈ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര്.